നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വൈശാഖി, കാലക്കേടിന് ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? കണ്ടുപിടിച്ച എന്നെ എല്ലാരും കൂടി എടുത്തിട്ട് പൊരിക്കും. എന്തായാലും ആരും എവിടെയെങ്ങുമില്ല. ഇത് തന്നെയാ വല്യമാവന്റെ വാച്ച്. ഇതെടുത്ത് കൊടുക്കാനാ വൈശാഖ പറഞ്ഞത്. ചതിച്ചു. അവളുടെ വായി തന്നെ വന്ന് വീണു. എന്താടി നിന്റെ അച്ഛന്റെ മുറിയില്? എന്റെ അച്ഛന്റെ മുറിയിൽ നിനക്ക് എന്താ കാര്യം? എത്ര നേരം വെച്ചാ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നത്? ഓഹോ, അതാണോ? എന്നാ നീ ഒരു കാര്യം ചെയ്, ആ റോഡിലിറങ്ങി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും കുറെ അങ്ങ് ഓട്. അല്ലെങ്കിലേ ആ മതിലേ കയറി അപ്പുറത്തേക്ക് ചാട്. മതില ചാട്ടത്തിൽ നീ എക്സ്പേർട്ട് ആണല്ലോ. എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ നീ സമ്മതിക്കില്ലല്ലോ. അമ്പടാ, തൊഴിലോ? എന്നാ നീ ഒരു കാര്യം ചെയ്, തൊഴിലുറപ്പിന് പോ. പണി ചെയ്താലേ കാശും കിട്ടും. ഇങ്ങനെ ഓസി ജീവിക്കണ്ടല്ലോ. ഞാൻ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ തോന്നി ഈ വീടും പുരയുടെ ഒക്കെ ഒന്ന് അടിച്ചു തൂക്കാന്ന്. വീടും പുരയിടവും ക്ലീനിങ്ങോ? അതും നീ? സൂര്യൻ പടിഞ്ഞാറുദിച്ചെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. പക്ഷെ ഇത് ഞാൻ വിശ്വസിക്കൂല. സത്യം പറയടി, നീ എന്തിനാ ഈ മുറി കയറിയത്? എന്ത് മീൻ? സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ നിന്റെ മീനാക്ഷി അല്ല. എന്നാ ആരുടെയെങ്കിലും മീനാക്ഷി. ഞാൻ ഇന്ന് മുതൽ ചില കുടുംബ ജോലികളൊക്കെ ചെയ്യാൻ പോവാ. നീ ഇവിടെ ഒരു ജോലിയും ചെയ്യണ്ട. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാ മതി. ശരി. അങ്ങനങ്ങ് പോവാതെ. നീ കുറുവാ സംഘത്തിന്റെ നേതാവാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ എന്തിനീ മുറി കയറിന്ന് പറയാതെ നിന്നെ ഞാൻ വിടില്ല. മീനാക്ഷി, എന്റെ ഹനുമാൻ സ്വാമിയാണ് സത്യം. നിന്റെ ഹനുമാൻ സ്വാമിയോ? അങ്ങേരെ നീ കയ്യിലെടുത്തോ? എന്റെ ദൈവമേ, ചങ്കെടുത്ത് കാണിച്ചാലും അത് ചെമ്പരത്തി പോവാണെന്ന് പറയുന്ന മനുഷ്യര്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു തൂക്കാൻ ഇറങ്ങിയതാ. ഇനി അതും ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കില്ലല്ലോ. ദേ കിടക്കുന്നു നിന്റെ ചൂല്. എന്തോ ഒരു കള്ളത്തരം ഇവള് ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും അത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.